മലയാളി മുസ്ലിം അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സിയും നോർത്ത് അമേരിക്കൻ നെറ്റ്വർക്ക് ഓഫ് മുസ്ലിം അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച മലയാളി ഇന്റർഫെയ്ത്ത് ഇഫ്താർ വിരുന്ന് മതസൗഹാർദ്ദത്തിന്റെ പുതധ്യായം രചിച്ചു. ന്യൂജേഴ്സിയിലെ റോയൽ ആൽബർട്ട്സ് പാലസിൽ മാർച്ച് 26 നടന്ന ഒത്തുചേരലിൽ 500ഓളം പേർ പങ്കെടുത്തു. MMNJ, MMPA, ന്യൂയോർക്കിലെ KMG എന്നീ സംഘടനകളിൽ നിന്നുള്ള 300-ൽ പരം മുസ്ലിം കുടുംബാംഗങ്ങൾ റമദാൻ മാസത്തിലെ നോമ്പ് തുറക്കാൻ ഒത്തുചേർന്നപ്പോൾ മറ്റു മതത്തിൽ നിന്നുള്ള 180ഓളം പേരും പങ്കെടുത്തു എന്നതാണ് ഈ ഇഫ്താർ വിരുന്നിനെ വേറിട്ട് നിർത്തുന്നത്. ഇഫ്താർ വിരുന്നുകളിൽ മറ്റു മതങ്ങളിൽ നിന്ന് ഇത്രയധികം പേർ പങ്കെടുക്കുന്നത് അമേരിക്കയിൽ ഇതാദ്യമാണ്. ന്യൂയോർക്ക്, ന്യൂജേഴ്സി, കണക്ടിക്കറ്റ്, പെൻസിൽവേനിയ എന്നിവിടങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന മലയാളികൾക്ക് മുന്നിൽ രുചിയേറിയ ഭക്ഷണത്തോടൊപ്പം പാരസ്പര്യത്തിന്റെ വലിയ പാഠവും ഇഫ്താറിന്റെ ഭാഗമായി വിളമ്പി. അതവരുടെ വയറും മനസ്സും ഒരുപോലെ നിറച്ചു. ഇഫ്താർ രാവ് ആളുകളുടെ പങ്കാളിത്തം കൊണ്ട് വിജയിച്ചതിനാൽ തന്നെ വരും കാലങ്ങളിൽ ഈ വിരുന്ന് കൂടുതൽ വിപുലീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ. അബ്ദുൾ അസീസ്, അബ്ദുൾ റഹ്മാൻ, അബ്ദുൾ സമദ് പോനേരി, മുൻ ഫോമ പ്രസിഡന്റ് അനിയൻ ജോർജ്, അസ്ലം ഹമീദ്, വ്യവസായി ദിലീപ് വർഗീസ്, എരനിക്കൽ ഹനീഫ്, ഫോമ ജോയിന്റ് ട്രഷറർ ജെയിംസ് മാത്യു, ജനനി പത്രാധിപർ ജെ മാത്യൂസ്, ഏഷ്യാനെറ്റ് എഡിറ്റർ ഡോക്ടർ കൃഷ്ണ കിഷോർ, ഖുർഷിദ് ബഷീർ, മുഹമ്മദ് നൌഫൽ, സക്കീർ ഷെയ്ഖ്, സുജീം ഹാരിസ്, KMCC പ്രസിഡന്റ് UA നസീർ, പ്രശസ്ത യൂറോളജിസ്റ്റായ ഡോക്ടർ ഉണ്ണി മൂപ്പൻ, കൈരള TV ഡയറക്ടർ ജോസ് കാടാപ്പുറം എന്നിവരായിരുന്നു മുഖ്യാതിഥികൾ. അനാൻ വദൂദ എന്ന കൊച്ചുകുട്ടിയുടെ ഖുർആൻ പാരായണത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ഖുർആനിൽ ഏറ്റവും നീളമേറിയ സൂറത്തുൽ ബഖറയിൽ നിന്നുള്ള വചനമാണ് അനാൻ ഇമ്പത്തോടെ പാരായണം ചെയ്തത്. നന്മ, MMNJ എന്നീ സംഘടനകളുടെ സഹസ്ഥാപകനും PTCA തെറാപ്യൂട്ടിക് സീനിയർ സയന്റിസ്റ്റുമായ അബ്ദുൾ സമദ് പോനേരിയുടേതായിരുന്നു സ്വാഗത പ്രസംഗം. 19 കുടുംബങ്ങളുമായി 2006-ൽ സ്ഥാപിതമായ മലയാളി മുസ്ലിം വോളണ്ടറി ഓർഗനൈസേഷനാണ് MMNJ എന്നും ഇന്ന് അതിൽ 100-ൽ പരം കുടുംബങ്ങൾ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയിലെയും കാനഡയിലെയും മുസ്ലിം സംഘടനകളുടെ സംഘടനയായി രൂപം കൊടുത്ത നന്മയെയും അദ്ദേഹം അതിഥികൾക്ക് പരിചയപ്പെടുത്തി. പ്രളയ ദുരിതാശ്വാസം അടക്കം നിരവധി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നന്മ ഇതിനോടകം ചുക്കാൻ പിടിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗുരുകുലം മലയാളം സ്കൂൾ പ്രിൻസിപ്പാളും അവിഭക്ത ഫൊക്കാന പ്രസിഡന്റും ജനനി പത്രാധിപരുമായ ജെ മാത്യൂസ് റമദാൻ വ്രതം എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്കെത്തുന്ന തന്റെ 2 വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള ഓർമ്മ പങ്കുവച്ചത് ഹൃദ്യമായി. ന്യൂയോർക്കിലെ പ്രശസ്ത യൂറോളജിസ്റ്റായ ഡോക്ടർ ഉണ്ണി മൂപ്പൻ കേരളത്തിലെ മതസൗഹാർദ്ദത്തിന്റെ വഴികൾ വിശദീകരിക്കുകയും ഹിന്ദു സഹോദരങ്ങളുടെ വിശാല മനസ്സിനെ പ്രകീർത്തിക്കുകയും ചെയ്തു. ഫോമ മുൻ പ്രസിഡന്റ് അനിയൻ ജോർജ് കേരളത്തിലെ ബാല്യകുമാരങ്ങളിലെ നോമ്പുതുറയുടെ സ്മരണകൾ അയവിറക്കി. മാധ്യമപ്രവർത്തകനും ഏഷ്യാനെറ്റ് US ഹെഡ് ആൻഡ് ചീഫ് കറസ്പോണ്ടന്റുമായ കൃഷ്ണ കിഷോർ കോഴിക്കോടിന്റെ നന്മ നിറഞ്ഞ നോമ്പുകാലത്തെക്കുറിച്ചും മതസ്പർദ്ധ നിമിത്തം ഇന്നുള്ള ആശങ്കകളെക്കുറിച്ചും സംസാരിച്ചു. ലോക കേരള സഭാംഗവും KMCC അമേരിക്ക കാനഡ പ്രസിഡന്റും നോർത്ത് അമേരിക്കൻ നെറ്റ്വർക്ക് ഓഫ് മുസ്ലിം അസോസിയേഷന്റെ മുൻ പ്രസിഡന്റുമായ UA നസീർ വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരെ ഉൾപ്പെടുത്തിയുള്ള നോമ്പുതുറയെക്കുറിച്ചുള്ള ആലോചനയ്ക്ക് വഴിത്തിരിവായ സുഹൃത്തുക്കളുടെ സ്നേഹാന്വേഷണങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചു തുടങ്ങിയത്. പാണക്കാട്ട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഫോണിലൂടെ അറിയിച്ച ആശംസാ സന്ദേശവും USA കാനഡ ചാപ്റ്ററിന്റെയും ലോക കേരള സഭയുടെയും ആശംസകളും അദ്ദേഹം അറിയിച്ചു. ഡോക്ടർ അൻസാർ ഖാസിം നടത്തിയ പാനൽ ചർച്ചയിൽ വിജേഷ് കാരാട്ട്, സഞ്ജീവ് കുമാർ, ഡോക്ടർ സാബിറ അസീസ്, റവറൻ തോമസ് K. തോമസ്, ഡോക്ടർ PM മുനീർ, ഫോമ മുൻ സെക്രട്ടറി ജിബി തോമസ്, മോളോപ്പറമ്പിൽ, ജോസ് കാടാപ്പുറം, ബോബി ബാൽ എന്നിവർ പങ്കെടുത്തു. അസീസ് ആർവി റമദാൻ സന്ദേശം പങ്കുവച്ചു. ഫിറോസ് കോട്ടപ്പറമ്പിൽ നന്ദി അറിയിച്ചു. ഇഫ്താർ വിരുന്നിന് ശേഷം MMNJ യൂത്ത് പ്രോഗ്രാം നടന്നു. മഗ്രിബ്, ഇശ, തറാവീഹ് നമസ്കാരത്തിന് ശേഷം ഏവരും പിരിഞ്ഞു. സമദ് പൊന്നേരി, ഫിറോസ് കോട്ട, സാജിദ് കരീം, അജാസ് നടുവഞ്ചേരി, അബ്ദുൾ മുനീർ, അലീന ജബ്ബാർ, നാജിയ അസീസ് തുടങ്ങിയവരായിരുന്നു പരിപാടിയുടെ സംഘാടകർ. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Today I'm going to be reciting verses 183 to 185 from Surah Baqarah. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ അതിഥികളെയും ഞാൻ മാത്രമല്ല ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഓരോ സംഘാടകരും ഓരോ വളണ്ടിയേഴ്സും അതുപോലെ തന്നെ
ഇന്നത്തെ ഈ അവസരം ഇവിടെ പ്രാവർത്തികമാക്കി തന്ന എല്ലാ സ്പോൺസേഴ്സും ഒരുമിച്ച് നിങ്ങളെ ഏവരെയും ആദ്യമായി ഇന്ന് നടക്കുന്ന ഈ ഇൻ്റർഫെയ്ത്ത് ഇഫ്താർ വിരുന്നിലേക്ക് സസന്തോഷം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരുപക്ഷെ നിങ്ങളെല്ലാവർക്കും MMNJയും അതേപോലെ നന്മയും പരിചയമുണ്ടായിരിക്കില്ല. ഇന്ന് വന്ന വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ഗസ്റ്റുകൾക്ക് MMNJ മലയാളി മുസ്ലിംസിൻ്റെ ഒരു വളണ്ടിയർ ഓർഗനൈസേഷൻ 2006 രൂപം കൊടുത്തു. ഇന്ന് തുടങ്ങിയ 10 ഫാമിലിയിൽ നിന്ന് ഏകദേശം 100-ലധികം ഫാമിലിയുള്ള വലിയൊരു വളണ്ടിയർ ഓർഗനൈസേഷനായി തന്നെ, ഒരു കൂട്ടമയായി തന്നെ നിലനിൽക്കുന്നു. അതോടൊപ്പം കഴിഞ്ഞ 2018 രൂപം കൊടുത്ത ഒരു സ്ട്രക്ചേർഡ് സംഘടനയാണ് നന്മ. അമേരിക്കയിലെയും കാനഡയിലെയും എല്ലാ മുസ്ലിം ഗ്രൂപ്പുകളുടെയും ഒരു കൂട്ടായ്മയായി രൂപം കൊടുത്തു. ഈ പുണ്യ ദിവസത്തിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിയുന്നത് ഒരു ഭാഗ്യമായി തന്നെ ഞാൻ കണക്കാക്കുകയാണ്. എൻ്റെ സുഹൃത്ത് ജോസ് കാടാപ്പുറം ഇത്തരം ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കുകയും വളരെ സന്തോഷത്തോടെ ഞാനത് സ്വീകരിക്കുകയും ചെയ്തു. പല പ്രാവശ്യം അഭിവന്യനായ സമദ് എന്നോട് ബന്ധപ്പെടുകയും വരുന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കുകയും ചെയ്തു. അതിലങ്ങേയറ്റം സന്തോഷമുണ്ട്. ഗുഡ് ഈവനിങ്, നമസ്കാരം. First of all, I want to congratulate the Malayali Muslim community of New Jersey and Nanma for organizing this wonderful gathering. Kerala stands in a peculiar way that most of the new religions of Abrahamic origin came to Kerala much before any other part of the world. If you look at the geography, you will understand that Middle East, where most of the Abrahamic religions started, and Kerala are separated only by the Arabian Sea. ഒത്തിരി സന്തോഷമുണ്ട് മനസ്സിൽ. അതായത് പെരുത്ത സന്തോഷം എന്നൊക്കെ പറഞ്ഞ പോലെ അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ജനിച്ചത്, പഠിച്ചത്, വളർന്നത് മുസ്ലിം ഭൂരിപക്ഷമുള്ള പത്തനംതിട്ട ജില്ലയിലെ വായ്പൂര് എന്ന ഗ്രാമത്തിലാണ്. ചെറിയ പെരുന്നാളിൻ്റെ കാലത്ത്, വലിയ പെരുന്നാളിൻ്റെ കാലത്ത്, ചന്ദനക്കുടത്തിൻ്റെ കാലത്ത്, റംദാൻ രാവുകളിൽ നൊയമ്പ് മുറിക്കുന്ന സമയത്ത് അവിടുത്തെ അമ്മമാരുടെ, അവിടുത്തെ കുടുംബത്തിൻ്റെ സ്നേഹവും പരിപാലനവും ഏറ്റു വാങ്ങി വളർന്നു വന്ന ഒരു ബാല്യവും യുവത്വവും എനിക്കുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ആ ഓർമ്മകളാണ് എന്നെ ഓടിയെത്തിയത്. കാരണം അമേരിക്കയിലെത്തിയിട്ട് 32 വർഷമായിട്ടും വീണ്ടും അതുപോലെ ഒരു അനുഭവം ഉണ്ടാകുന്നത് ഈ 32 വർഷത്തിന് ശേഷം ന്യൂജേഴ്സിയിലെയും ന്യൂയോർക്കിലെയും ട്രൈ സ്റ്റേറ്റിലെയും നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഒരുക്കിയ ഈ ഇഫ്താർ